ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടും. മാർച്ച് മാസത്തെ ഫലമാണ് പറയുന്നത്. മാർച്ച് 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം കൂടി ചേരുന്ന മേടക്കൂറുകാർക്കുള്ള മാർച്ച് മാസ ഫലമാണ്. മേടക്കൂറുകാർക്ക് പൊതുവെ ചാരവസാനം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചാരവസാനം മേടൻ രാശിയിൽ തന്നെ ചൊവ്വ നിൽക്കുകയും അതിന്റെ 8-ാം ഭാവത്തായിട്ട് വ്യാഴവും 9-ൽ ശനിയും 10-ൽ ചന്ദ്രനും 10-ൽ ശുക്രനും 12-ൽ ബുധനും ഈ കണക്കെയാണ് ചാരവസാൽ കാണുന്നത്. 11-ൽ സൂര്യനും. അപ്പോൾ ഇവരുടെ ചാരവസാൽ ചിന്തിക്കുമ്പോൾ മാർച്ച് മാസ ഫലം ഇവർക്ക് അഷ്ടമ വ്യാഴം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചാരവസാൽ ചിന്തിക്കുന്ന സമയത്ത് 9-ാം ഭാവത്തിൽ ശനിയും 12-ാം ഭാവത്തിൽ ബുധനും 10-ൽ ശുക്രനുമാണ്. അപ്പൊ 10-ൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലയളവിൽ, അതായത് ഏകദേശം മാർച്ച് 10-ാം തീയതി വരയ്ക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം വരുവാനുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ വിവാഹാദി കർമ്മങ്ങൾക്ക് പറ്റിയ ഒരു സമയം അല്ല എന്നുള്ളതാണ് ഈ മാർച്ച് 10-ാം തീയതി വരെ കാണുന്നത്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും വിവാഹ ആലോചനയ്ക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ ചിന്തിക്കുന്നതിനും ആരംഭിക്കുന്നതിനും ഉചിതമായിട്ടുള്ളൊരു സമയമല്ല. പക്ഷേ കുടുംബപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ അന്തരീക്ഷം കുറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും സന്താനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യങ്ങളും പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ലഗ്നത്തിൽ ചന്ദ്രരാശിയിൽ മേടലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ 11-ൽ സൂര്യൻ ചാരവസാനിക്കുന്ന കാരണം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ, അതായത് വന്നിട്ട് തൊഴിലിൽ കുറച്ച് പ്രശ്നം കാണുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലീഗൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കോടതി വഴക്ക് കേസുകളും എല്ലാം ഒരു പരിധി വരയ്ക്കും ഉൾക്കൊള്ളാവുന്നതും തൃപ്തിപ്പെടാവുന്നതും സക്സസ് ആവുന്നതുമാണ്. അതുപോലെ തന്നെ കേസ് വഴക്കുകൾ നടക്കുന്നവർക്കുണ്ടെങ്കിൽ അതിനും പരിഹാര ഒരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത്. അതുകൂടാതെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലകൾ, പുതിയ വാഹനങ്ങൾ എടുക്കുന്നവരെല്ലാം മാർച്ച് 10-ാം തീയതിക്ക് ശേഷം എടുക്കുന്നതാണ് ഉചിതം. പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും 10-ാം തീയതിക്ക് ശേഷം കുറച്ച് മാറ്റം വരുന്നതാണ് ഇവർക്ക്. മാർച്ച് 10-ന് ശേഷം ഇവർക്ക് പൊതുവെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും ധന ലാഭവർദ്ധനയും ഉദ്ദിഷ്ടകാര്യ സാഫല്യവും കുടുംബത്തിൽ കുറച്ച് അന്തരീക്ഷം തെളിഞ്ഞു വരികയും എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനാഭിവൃദ്ധി വരുവാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. മാർച്ച് ഏകദേശം 27 കൂടിയിട്ട് വ്യാഴൻ 9-ലേക്ക് വരികയും അതൊരു ഭാഗ്യസ്ഥാനമായിട്ട് വരികയും ചെയ്യുന്നത് കാരണം കൊണ്ട് ഇവർക്ക് വളരെ ഗുണപരമായിട്ടുള്ള ഒരു മാസ അവസാനം ഗുണപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുന്നതാണ്. ഉദ്ദിഷ്ട തൊഴിലിൽ ചെന്ന് ചേരുവാനും വിദേശകാര്യ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തള്ളി നീക്കി പോകാനും ഉള്ള ഒരു സമയമാണ്. കുറെ കാലമായി എന്തെങ്കിലും ചെയ്യാനായിട്ട്, അത് പുതിയ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യാനായിട്ട് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ ഈ 27-ന് ശേഷം അത് പരിഹരിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിദേശ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഈ 27-ന് ശേഷം, മാർച്ച് 27-ന് ശേഷമുള്ള ഒരു സമയം അനുകൂലമായിട്ട് വരുന്നതാണ്. ആ സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഈ
ഇതിനെ പറ്റിയിട്ടുള്ള വർക്കുകളും പേപ്പർ വർക്കുകളും ചെയ്യുന്ന പക്ഷം അതെല്ലാം സക്സസ് ആയിട്ട് വരികയും ഏജന്റ് മുഖേന വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നവർക്കും കുറച്ച് മാറ്റങ്ങളെല്ലാം വരുവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ച് ഉത്സാഹം വരുവാനും എക്സാമുകളിൽ കുറച്ച് ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും ഉള്ള സാഹചര്യം കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം 27 ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെല്ലാം 27 ശേഷം കുറച്ച് അനുകൂലകരമായിട്ടുള്ള സാധ്യതയും മാർച്ച് 10 ശേഷം കുറച്ചുകൂടെ അനുകൂലകരമായിട്ടുള്ള സാധ്യതയും വരുന്നുണ്ട്. മാർച്ച് 10 ശേഷം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കുറെ ഭംഗിയായിട്ട് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പോലീസ് മേധാവി ജനങ്ങളിൽ പെട്ടിരിക്കുന്നവർക്കും അതുപോലെ പട്ടാളം, മിലിറ്ററി എന്നുള്ള മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും എല്ലാം ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. അവരെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും അഷ്ടമ വ്യാഴൻ 27-ാം ഭാവത്തിൽ വരുന്ന കാരണം കൊണ്ട് 9-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് കുറേയൊക്കെ ആശ്വാസങ്ങളും ഭാഗ്യകടാക്ഷങ്ങളും കൊണ്ട് ജീവഹാനിയൊന്നും പെടാതെ നോക്കുവാനുള്ള ഒരു സാഹചര്യം ഈ രാശിക്കാർക്ക് പൊതുവെ കാണുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി, കടമധുര പായസം, ഭാഗ്യസൂക്തം എന്നിവയും, മഹാവിഷ്ണുവെങ്കിൽ വിളക്ക് മാല പായസം എന്നിവയും, ശ്രീരാമക്ഷേത്രത്തിൽ തുളസിമാലയും അതുപോലെ തന്നെ നിവേദ്യവും നടത്തുന്നതും വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് പൊതുവെ ഗുണദോഷ മിശ്രത്തിൽ കുറച്ച് ഗുണാധിക്യം കിട്ടുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം.